ഹലോ, 2-3 ദിവസമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട്. ഈ വീഡിയോ ഞാനൊന്ന് എടുത്ത് വെച്ചിരുന്നതാണ്, ഇടാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് മുന്നേ, റമദാൻ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എടുത്ത വീഡിയോയാണ്. പിന്നെ എനിക്കത് ഇടാൻ പറ്റിയില്ല. രാവിലെ ഓടി കടയിലേക്ക് പോകുന്നു. ഭയങ്കരമായ ചൂടാണ്. ആ ചൂട് സഹിക്കാൻ പറ്റാതെ നമ്മൾ പുറത്തിരുന്ന് എങ്ങനെ ചൂട് കൊള്ളുന്ന അത്രയും ചൂടാണ് കടയ്ക്കകത്തെന്ന് പറയുന്നത്. കാരണം അവിടെ ഈ ഷീറ്റ് പോലെ ആയതുകൊണ്ട് അത് നല്ല ചൂടാണ്. നമുക്ക് എ സി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയും വീട്ടിൽ വരുന്നു. പിന്നെ അങ്ങ് ക്ഷീണമാണ്. പിന്നെ നോമ്പും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് നല്ല വീഡിയോകളൊന്നും ഇടാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് ചോറ്റുപാത്രം ഇടാത്തത് ഫസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ റമദാനിലെ നോമ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ചോറ്റുപാത്രം ഇടാറില്ല. അങ്ങനെയാണെങ്കിൽ പല വിധത്തിലുള്ള നോമ്പുകളുണ്ടല്ലോ. നിങ്ങൾ അന്നൊക്കെ ഇടാത്തത് എന്താണ്, ഇടുമല്ലോ എന്ന് ചിന്തിക്കുമെങ്കിൽ അതും കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പേ റമദാനിലെ നോമ്പ് ഇങ്ങനെ നോറ്റ് തുടങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാനങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നോമ്പൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ നോമ്പിന് ഒരുങ്ങിയിരുന്ന് നോമ്പൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പണ്ട് ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞായറാഴ്ച വ്രതം അങ്ങനെയൊക്കെ എടുക്കും, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ. ഞാനൊരു ഈശ്വരന് വേണ്ടി ചെയ്യുന്നെന്നോ എനിക്ക് എന്തെങ്കിലും ഗുണഗണങ്ങൾ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമില്ല. ഞാനതിനെ വേറൊരു രീതിയിലാണ് അതിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ ചോറ്റുപാത്രമൊന്നും നമ്മൾ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നതുകൊണ്ടാണ്. ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉപവാസം ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റേതായ ഭക്തിയിലാണ് പോകണം. എനിക്ക് ഒരു ഭാഗത്ത് എനിക്ക് ഭയങ്കര സ്പിരിച്വാലിറ്റി, എനിക്ക് ഒരു വിശ്വാസം ഭയങ്കര വേറൊരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നല്ലപോലെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര എനർജി തരുന്നതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി. അത് എനിക്ക് ഞാൻ തളർന്നു പോകുമ്പോൾ താങ്ങാവുന്നത്, അതിനെയാണ് ഞാൻ ദിവ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ വരുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളും കൂടെ പറയാം. റമദാനിലെ നോമ്പ് നോറ്റിട്ട് ആൾക്കാർ വീഡിയോകൾ ഇടാറുണ്ട്. ഇപ്പോൾ വ്ളോഗേഴ്സൊക്കെ അവർ രാവിലെ മുതൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ രാവിലെ എണീക്കുന്നു, അത്താഴം കഴിക്കുന്നു, പിന്നെ നിസ്കരിക്കുന്നത് വരെ ഇടുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു യോജിപ്പ് തോന്നാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരത്തെ ഈ 30 ദിവസങ്ങളിൽ 1-2 ദിവസം നിങ്ങൾ ആഘോഷമാക്കിക്കോ. എന്താണ് നോമ്പ്, എന്തിനാണ് നോമ്പ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാതെ ആ നോമ്പ് പിടിക്കുന്ന ആൾക്കാർ തന്നെ ഈ മേശമേൽ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കഴിക്കും കേട്ടോ. ഞാൻ എൻ്റെ കൊച്ചിലിട്ടുള്ളൊരു കാര്യം പറയാം. എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നേ, നോമ്പ് പിടിക്കുന്നവർ. അവർ സാധാരണ മനുഷ്യർ രാവിലെ എഴുന്നേൽക്കുന്നു, അവർ അത്താഴം കഴിക്കുന്നു, പിന്നെ അവർ വൈകുന്നേരവും ചോറ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു. അവരെല്ലാ ദിവസവും ഇറച്ചിയും അല്ലെങ്കിൽ ജ്യൂസും അങ്ങനെ ഒന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലായ്മയുടെ കാലം കൂടെ ആയിരുന്നിട്ടുള്ളത് കൊണ്ടാവാം അങ്ങനെ ഭയങ്കര ആഡംബരമൊന്നും ആയിരുന്നില്ല നോമ്പെന്ന് പറയുന്നത് അതൊരു അത്രയും ദിവസം നമ്മൾ ശുദ്ധമായിരിക്കുക. 12 മാസങ്ങളിൽ 11 മാസവും പാപം ചെയ്തിട്ട് 30 ദിവസം പാപം ചെയ്യാതെ പിന്നെ വരുന്ന 11 മാസങ്ങളെയും വരവേൽക്കുന്നത് നന്മയുടെ ഒരു പ്രതീകമായിട്ടാണ്. നല്ല കാര്യമല്ലേ പ്രവാചകൻ കണ്ടെത്തിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനാണ് കേട്ടോ മുഹമ്മദ് നബി. അപ്പോൾ പ്രവാചകൻ കണ്ടെത്തിയ ഈ ഒരു കാര്യം നല്ലതാണ്, നല്ലൊരു സംഭവമാണ്. അതിൻ്റെ രീതിയിൽ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ മേശമേൽ കുറേ വിഭവങ്ങൾ നിരത്തിയിട്ട് ഇപ്പോൾ ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. എൻ്റെ ഒരു വീഡിയോ കാണുന്ന ആളൊന്നുമല്ല, ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരാൾ, അവരിങ്ങനെ ഇട്ടിരുന്നു റേഷനരി വെച്ച് എൻ്റെ കുഞ്ഞിന് കൊടുക്കാതിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുമ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ അവർക്ക് വീഡിയോ ഇൻ്റർനെറ്റൊക്കെ ചാർജ് ചെയ്യാൻ ആരും പൈസ കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ചോദിക്കും. അത് ആരോ കൊടുക്കുന്നതാണ്, അവർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും കൊച്ചിന് പഠിക്കാനായിട്ട്. എന്തോ ആവട്ടെ, അവരങ്ങനെ പറഞ്ഞോ. അവരൊരു സാധാരണ ആളുമല്ല, എനിക്കറിയുന്ന ആളാണ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് നെഞ്ചിൽ കൊണ്ടു. ശരിയാണല്ലോ, എത്രയോ പേരിങ്ങനെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്നുണ്ടാവും ഈ മേശമേൽ വിഭവങ്ങളെല്ലാം നിരത്തി വയ്ക്കുമ്പോൾ. ശരി, ഓക്കെ, പറ്റും. ഫിനാൻഷ്യലി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പറ്റും, ഇതെല്ലാം പറ്റും. ബീഫും പത്തിരിയും എല്ലാം പറ്റും. ഈ ഇല്ലാത്ത മനുഷ്യർക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ. അവർക്ക് ചോറും മീനും കിട്ടിയാൽ അത്രയും തന്നെ പുണ്യം. അപ്പം വ്രതം പിടിക്കുന്നത്
കഴിക്കാൻ വേണ്ടിയല്ലല്ലോ, ഇനി പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമൂസയും അതൊക്കെ, പിള്ളേരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഒരു എന്താണ്, അതിനൊന്നും നമ്മൾ അവരുടെ വിശ്വാസങ്ങളെയൊന്നും കയറി പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെയല്ല കേട്ടോ, അത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിനെ മാറി ചിന്തിച്ച് നോക്കണം. ഇല്ലാത്തവനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സാഹോദര്യത്തിൻ്റെ അല്ലെങ്കിൽ പാപം പൊറുക്കലിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റിൻ്റെ എല്ലാം നമ്മൾ എണ്ണി എണ്ണി പറയേണ്ടുന്നതിൻ്റെ ആവശ്യകത വിളിച്ച് ഓതുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെനിക്ക് പറയാണ്ട്, രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന വാർത്തകൾ, ദിവസവും കാണുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഞെട്ടുന്നില്ലേ, നിങ്ങൾക്ക് അത് എന്താണ് നമ്മളെ വീട്ടിൽ നടക്കുന്നത് പോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്താ ചിരിച്ചു കൊണ്ട് പറയുന്നത്, എനിക്ക് എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ് തീരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ കൂടി ഇതിൽ ചേർത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായി. ഒരു കുട്ടിയെ മറ്റു കുട്ടികൾ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു കൊന്നു. ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ മരിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കൾ എവിടെയാണ്, അവരെ എന്ത് ചെയ്തു? അങ്ങനെ ഓരോ മനുഷ്യരും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തിയിട്ട് മനുഷ്യരെയാണ് പട്ടിയെ കൊല്ലും പോലെ കൊല്ലുന്നത്. അതിനെതിരെയൊക്കെ ഒരു നീതി നടപ്പാക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മാസമായി റമദാൻ മാറട്ടെ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ മാസങ്ങൾ മാറട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നിജ.